കൺസിഡർ നിങ്ങളൊരു ഹോബി പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് കോഡ് റിവ്യൂ നടത്താനും അല്ല പ്ലാൻ ചെയ്യാനും ടാസ്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എയുടെ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ടോക്കൺസ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്ന് വെച്ചോ, എന്ത് ചെയ്യും? അതിന് ഞാൻ ഗിറ്റബിൽ ഈ ഇടയ്ക്ക് ഞാനൊരു ഉഗ്രം പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, സോ ലെറ്റ് us get into that. ഈ പ്രോജക്റ്റിൻ്റെ പേര് ഫ്രീ കോഡിംഗ് മോഡൽസ് എന്നാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇതെന്താ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് npm install -g ഫ്രീ കോഡിംഗ് മോഡൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ബൈനറീസ് ഇൻസ്റ്റാൾ ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഫസ്റ്റ് റണ്ണിൽ തന്നെ ഇവൻ കുറേ API കീസ് ചോദിക്കും. സോ നിങ്ങൾ ഈ NVIDIA's ഓപ്പൺ റൗട്ടർ, ഹഗ്ഗിങ് ഫേസ്, ഇതുപോലെ അവൻ ലിസ്റ്റ് ചെയ്യും, കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും. അതിലൊക്കെ ഓരോ ഫ്രീ അക്കൗണ്ട് നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് അതിൻ്റെ API കീസ് ഇതിനകത്തോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. എല്ലാം ഫ്രീ ആയിട്ടുള്ളത് കൊടുത്താൽ മതി, അല്ല പെയ്ഡിൻ്റെ ഒന്നും ഇതിൽ കൊടുക്കണ്ട. ഓക്കെ, ബിക്കോസ് സോൾ പർപ്പസ് ഈസ് ഫ്രീ ഫ്രീ കോഡിംഗ് മോഡൽസ് കണ്ടുപിടിക്കുക എന്നുള്ള. അതുകൊണ്ട് ഫ്രീ അക്കൗണ്ട്സിൻ്റെ മാത്രം ഇതിനകത്ത് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് APIക്ക് എങ്ങനെ ലീക്ക് ആയാൽ തന്നെ, ബിക്കോസ് നമുക്കറിയില്ലല്ലോ ഇതെന്താ ചെയ്യുന്നതെന്ന്, API കീസ് ലീക്ക് ആയാലും നിങ്ങളുടെ പൈസ പോരുത്. സോ അതുകൊണ്ട് ഫ്രീ അക്കൗണ്ട്സ് സൈനപ്പ് ചെയ്ത് അതിൻ്റെ API ഇതിനകത്തോട്ട് ഫീഡ് ചെയ്യുക. ഓക്കെ, ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇതുപോലത്തെ ഒരു ലിസ്റ്റ് തരും. സോ ലെറ്റ് മീ റൺ ദാറ്റ് ഫോർ യു. ഇത് കണ്ടില്ലേ? സോ ഞാൻ കുറേ APIs ഇതിനകത്തോട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് ഇവൻ തരുന്നതാണ്. ഇതിൽ നമുക്ക് റാങ്ക് വെച്ചിട്ടും ടിയർ, സോഫ്റ്റ്വെയർ എൻജിനീയറിങ് വർക്ക്, എന്താണ് എൻ്റെ പേര്, ബെഞ്ച് മാർക്ക്, അതിൻ്റെയൊക്കെ പെർസെൻറ്റേജിൽ നമുക്ക് സോർട്ട് ചെയ്യാം. സോ അത് മാത്രമല്ല, എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പർപ്പസ് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള അല്ലെങ്കിൽ സോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യൂ സ്മാർട്ട് റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അതിനകത്ത് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ആവശ്യം എന്താണ്, ഞാൻ മോസ്റ്റ്ലി കോഡ് റിവ്യൂവിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. കോഡ് റിവ്യൂ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ട് എനിക്ക് ഒരു മീഡിയം സൈസ് പ്രോജക്റ്റിൻ്റെ കോഡ് റിവ്യൂ നടത്തണമെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറ്റിയ മോഡൽസ് ഇവൻ സോർട്ട് ചെയ്ത് മുകളിൽ കൊണ്ടുവരും. ഓക്കെ, സോ ഐ ഷോ യു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഡെവ്സ്ട്രലാണ് അവൻ ഇപ്പോൾ ഉള്ളതിൽ, എന്ന് വെച്ചാൽ പിങ്ങിൽ ഏറ്റവും ക്വിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് നല്ല മോഡലും അതായത് കോണ്ടാക്സ്റ്റ് 256K കോണ്ടാക്ട് സൈസ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. ആൻഡ് ഇത് ആരാണ് തരുന്നത്? നിം, അതായത് ഇവൻ NVIDIAയുടെ നിമോ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഇവൻ ഇങ്ങനെ സോർട്ട് ചെയ്ത് കൊണ്ടുതരും. ഇത് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ ചെയ്യുന്നത് വെച്ചാൽ ഓപ്പൺ കോഡിലിട്ട് ഇതിനെ കോൺഫിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അണ്ടർ ദ ഹുഡ് അവൻ കോൺഫിഗർ ചെയ്ത് തരും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് കോഡ് റിവ്യൂ, അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിയേഷൻ എല്ലാം ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഈ ടൂളിൻ്റെ മെയിൻ ഉപകാരം അല്ലെങ്കിൽ ഉപയോഗം. ഓക്കെ, സോ ടിയർ വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ S+, സ്റ്റെപ്പ്, ഡെവ്സ്ട്രാൽ, ക്വെൻ, ഇതെല്ലാം വന്നിട്ട് നിമ്മാണ് തരുന്നത്. നിമ്മെന്ന് വെച്ചാൽ NVIDIAയുടെ നിമോ തരും, ഐഫ്ലോ, സെറിബ്രാസ്. സോ ഇതിൻ്റെയൊക്കെ കീസ് നിങ്ങൾ കൊടുത്തിരുന്ന അതനുസരിച്ച് അവൻ ഇവിടെ കൊണ്ടുതരും. ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഫീഡ് ചെയ്തിരിക്കുന്നത് NVIDIA, ഗ്രോക്ക്, സെറിബ്രാസ്, സ്കെയിൽവേ, AI സ്റ്റുഡിയോസ്, ഇത്ര എണ്ണത്തിനെ ഞാൻ ഇതിനകത്ത് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫ്രീ ടിയർ നല്ല ഫ്രീ ടിയർ ഉണ്ട് NVIDIAക്ക്, പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. സോ NVIDIA ആകട്ടെ, പിന്നെ ചിലതൊക്കെ 30 റിക്വസ്റ്റ് പെർ മിനിറ്റ്, 2000 റിക്വസ്റ്റ് പെർ ഡേ ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അതൊക്കെ 2000 ഈസ് ഫൈൻ. എന്നാലും ചിലതൊക്കെ ഫ്രീ കോട്ട ഉണ്ടെന്നെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ. 50 ക്വയറീസ് പെർ ഡേ, റിക്വസ്റ്റ് പെർ ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ നമ്പറല്ലേ. സോ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് സൈനപ്പ് ചെയ്യുക, API കീസ് ഫീഡ് ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യുക, യൂസ് ചെയ്യുക, അടിച്ച് പൊളിക്കുക. പിന്നെ വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചവറടിക്കാതെ
പ്രോപ്പറായിട്ട് സ്പെസിഫിക്കേഷൻ ഡ്രിവൺ ഡെവലപ്മെൻറ്റിലേക്ക് പോകാനുള്ള സമയമായി. ബിക്കോസ് അതിനുള്ള ടൂൾസും സ്കിൽസും ഒക്കെ സൂപ്പർ സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പുറകെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ലെറ്റ് us see in that video. Okay, see you. Bye bye.